ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം പനിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാനിത് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിനൊരു 1.5 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാളും കുറച്ച് ഹെൽത്തി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. പനിയുള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് എടുത്തു. അതിലേക്ക് കുറച്ച് പയർ, പിന്നെ തോരൻ പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ്, കുറച്ച് ഉഴുന്ന്, കുറച്ച് ഉലുവ, എല്ലാം ഓരോ പിടി വീതം, ഇങ്ങനെ ഓരോ പിടി വീതം ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മളിതെന്തെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പം ഞാനിത് വെള്ളത്തിൽ കുതിരായിട്ടിട്ട് 10 മിനിറ്റ് ആയി കേട്ടോ. അപ്പം നമുക്കിനി കുക്കറിൽ വയ്ക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് മാറ്റി. അപ്പോൾ കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ നല്ലപോലെ ഒന്ന് കഴുകി ആ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഗോതമ്പ് മാത്രം കുക്കറിലേക്ക് ഇടുക. വറ്റൻമുളക് ഒരു 2 എണ്ണം 2 3 ആയിട്ടൊക്കെ പിച്ചിയിടുക. പിന്നെ ഉപ്പ് ഒരുപാട് തന്നെ ആദ്യമേ ഇടണ്ട, കുറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് ജീരകം, ചെറിയ ജീരകം അത് ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വിസിലിയേക്കാൻ വയ്ക്കാം. അപ്പം ഞാനിത് കുക്കറിലോട്ടാക്കി വച്ചിട്ടുണ്ട്. വെയിറ്റൊന്നും ഇട്ടിട്ടില്ല. ഇതിൽ ആവി വരുന്ന സമയത്ത് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്ത് ഒരു 4 വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അപ്പോൾ 4 വിസിലൊക്കെ കേൾപ്പിച്ച് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ടേ. ഉണ്ടോ, നല്ലപോലെ ഗോതമ്പൊക്കെ നല്ലപോലെ വെന്ത് പയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, വെള്ളം നമ്മൾ കൂടുതൽ വെച്ചാൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുക്കറിൽ വെക്കുന്നതിന് മുമ്പ് ചെറിയ ഉള്ളിയും കൂടെ നമുക്കിതിലിടാം കേട്ടോ. ഒരു 3 4 ചെറിയ ഉള്ളിയും കൂടെ നമുക്കിതിലിട്ട് നമുക്കിതിൽ വേവിക്കാൻ വെക്കാം. ഇതിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു വേറൊരു സാധനം കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. തേങ്ങയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ തിരുവിയതിന് ശേഷം നമുക്കിതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ തേങ്ങ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയും ആ വെള്ളവും എല്ലാം കൂടെ നമുക്ക് ഈ കഞ്ഞിക്കകത്ത് മിക്സ് ചെയ്ത് ഒഴിക്കാം. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അതിൽ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിൽ ഞാനിപ്പോൾ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ, ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ